നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഗിരിയേട്ടാ, ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ബാറിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയതാ. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ നിർത്തി പോരെ. അമ്മ നല്ല ക്ഷീണിച്ച അമ്പലത്തിൽ നിന്ന് വന്നത്. അത് പ്രദക്ഷിണം വെക്കാൻ പോയിട്ടല്ലേ? നമുക്ക് വേണ്ടി അമ്മ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ അതേസമയം അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനും ഉണ്ട്. അമ്മയ്ക്കൊന്നും പറ്റില്ല, നീ അതിനെക്കുറിച്ച് തൽക്കാലം വിഷമിക്കണ്ട. ഇപ്പോ വീട്ടിലെ സാഹചര്യം ആകെ മാറിയില്ലേ? ദൈവമുണ്ട്. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും മാറ്റം സംഭവിക്കോ? എന്നെ അമ്മ സ്വന്തം മോളെ പോലെയാ ഇപ്പൊ സ്നേഹിക്കുന്നത്. ഇതുവരെ വീട്ടിലേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അന്നൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതെന്നായിരുന്നു എന്റെ ചിന്ത. ഇപ്പൊ അങ്ങനെയല്ല, എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തണമെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ അത്രയും സ്നേഹത്തോടെയാ ഇപ്പൊ എന്നോട് പെരുമാറുന്നത്. ഇതൊക്കെ നമ്മൾ വ്രതം എടുത്തതിന്റെ ഗുണമായിരിക്കും അല്ലേ? അമ്മയുടെ വിശ്വാസങ്ങളൊന്നും വെറുതെ ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മൂത്തവര് പറയുന്നത് കേൾക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാ. നീയും ഇപ്പൊ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിച്ചു തുടങ്ങിയോ? ഇല്ല, പക്ഷേ ഞാൻ അമ്മയെ വിശ്വസിച്ചു തുടങ്ങി. അമ്മ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂന്ന് എനിക്ക് ഉറപ്പായി. അമ്മ മാറിയതുപോലെ സ്വപ്നയും മാറുമായിരിക്കും അല്ലേ? എനിക്ക് അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്മയുടെ കാര്യത്തില് ഗിരിയേടിന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പക്ഷെ അമ്മ ഇത്രയധികം മാറിയില്ലേ? അപ്പോ സ്വപ്നയും മാറാൻ സാധ്യതയുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കും. നീ ഭക്ഷണം എടുത്ത് വെക്കാം, നല്ല വിശപ്പുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഗിരി, മോളെ നീ ഗിരിയെ കണ്ടോ? ഗിരിയേട്ടൻ എപ്പോഴേ പോയി. ബാറില് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. ഛേ, അവൻ എന്ത് പണിയാ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അവൻ എന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കുറെ ആയല്ലോ എന്ന് കരുതിയാ ഞാൻ അടുക്കള കയറിയത്. ഉണ്ടാക്കി വെച്ചതൊക്കെ വെറുതെ ആവില്ലേ? ഏയ്, അതിനല്ലേ ഞാനുള്ളത്. അമ്മ ഉണ്ടാക്കിയത് കഴിക്കാനുള്ള യോഗ എനിക്കാണെന്ന് കരുതിയാ മതി. പിന്നെ ഗിരിയേട്ടൻ വിശന്നൊന്നും അല്ല പോയത്. മഞ്ജു രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അത് വയറ് നിറയെ കഴിച്ചിട്ടാ ഏട്ടൻ പോയത്. എന്റെ ബാനുമ്മയുടെ കൈപ്പുണ്യം അപാരം തന്നെ. ഒരു രക്ഷയില്ല. എന്താ രുചി! ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതെ, അമ്മയെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാനാണെങ്കിൽ പിന്നെ കുഞ്ഞാറ്റ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത്? അയ്യോ മോളെ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. പക്ഷേ അത് കഴിച്ച അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളല്ലേ. നിങ്ങളെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നെന്ന് കരുതിയാ ബാനുമ്മ പാചകം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. അമ്മ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചിട്ട് തളർന്നിരിക്കുക. അപ്പൊ ഈ പണിയും കൂടെ കൊടുക്കണോ? അമ്മയ്ക്കിതൊന്നും ഏൽക്കാതിരുന്നൂടെ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. അതെ, വല്ലപ്പോഴും ഒക്കെയാണ് ബാനുമ്മ എന്ന അടുക്കളയിൽ കയറുന്നത്. അന്നാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത്. മോള് വെറുതെ ഇടപെട്ട് അത് കൊളാക്കരുതേ. ഒന്നും അല്ലെങ്കിലും മോളുടെ എല്ലാ കാര്യത്തിലും സഹായം ചെയ്യുന്ന ആളല്ലേ ഞാൻ. താഴെ കിടക്കുന്നു. ഒന്നുമില്ല, ഇത്തിരി വേദന കൂടിയപ്പോ ഒന്ന് വീണു പോയി, അത്രേ ഉള്ളൂ. മോളെ ഒന്ന് പിടിക്കേ. നല്ല വേദനയുണ്ട് ബാനുമ്മേ?
കുഞ്ഞിട്ടൊന്ന് മഞ്ജുനെ വിളിക്കാം. നമുക്ക് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോവാം. പിടിച്ചോളണേ. എന്താ എന്താ പറ്റി? മോളെ, അമ്മയ്ക്ക് മുട്ടുവേദന നന്നായിട്ട് കൂടി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാ നല്ലത്. എന്നാ അമ്മ ആ കസേര ഇരുത്തിക്കും, ഞാൻ ഇപ്പൊ വരാം. ബാബാനുമേ. ഇവളിത് എവിടെ പോയി? ബാനുമ ഇങ്ങോട്ട് ഇരുന്നേ. പതിയെ. ഇതിങ്ങോട്ട് പോയി. ഈ മഞ്ജു എവിടെ പോയി? ബാനുമ്മയ്ക്ക് വേദന എടുക്കുന്നെന്ന് അറിഞ്ഞേ മനഃപൂർവ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതേ മഞ്ജു വൈകിക്കായിരിക്കും. വാ അമ്മേ, പോവാം. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ, അതിൽ കയറി പോയാ പോരായിരുന്നോ? എന്തിനാ ടാക്സി വിളിക്കാൻ ഓടിയത്? കാർ ആര് ഓടിക്കാനാ? നിനക്ക് ലൈസൻസ് ഇല്ലേ? പേരിന് ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എനിക്കങ്ങനെ വലുതായിട്ട് ഓടിക്കാനൊന്നും അറിയില്ല. ഇങ്ങനെ തിരക്ക് പിടിച്ച് വണ്ടി ഓടിക്കുമ്പോ ടെൻഷനിൽ ഞാൻ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടിച്ചാ അത് കൂടുതൽ പ്രശ്നമാവില്ലേ? അമ്മേ ബാ. എനിക്ക് മഞ്ജു ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ബന്ധം നന്നാവാൻ കാരണം ആ പൂജ നടത്തിയതുകൊണ്ടാണെന്ന്. അവൾ അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു കുറ്റബോധം തോന്നും. അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ചേച്ചിയോട് എല്ലാ സത്യവും അങ്ങ് തുറന്നു പറഞ്ഞാ പോരെ? എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്താ മോളെ, അവൻ അവന്റെ അമ്മയുടെ കാര്യം കൂടി നോക്കണ്ടേ? ഇങ്ങനെ ഒരേ സമയം രണ്ട് തോണിയിൽ കാലിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഭാര്യയും അമ്മയും രണ്ട് തോണിയായിട്ട് കാണുന്നില്ല. ഇപ്പൊ വീട്ടിലെ അവസ്ഥ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്ത് അമ്മയും മഞ്ജുവിനെയും മനസ്സിലാക്കാൻ കൂടുതൽ സഹായം ഒരുക്കാനാണ് എന്റെ ലക്ഷ്യം. മഞ്ജുവിനെ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവളെ വെറുക്കാൻ കഴിയില്ല.